അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു തൻ്റെ സിഹാമുൽ ഇസാബ അതിലെ 10-ാമത്തെ പേജിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പാട്ടിയ ചില ഹദീസുകളാണ് 9-ാമത്തെ പേജിൽ ചൊന്നുകൊണ്ടുള്ളത്. ഫീമ യർജിഉ ഇലൽ അമാക്കിൻ, ചില സ്ഥലങ്ങൾ, ആ സ്ഥലത്ത് നടത്തുന്ന ദുആത്ത് ഉത്തരമുണ്ട്, ചില ജാഗയിലുള്ള ദുആത്ത് ഉത്തരമുണ്ട്. അപ്പോൾ അള്ളാഹു എല്ലാം ഒരുപോലെ അല്ല പടക്കല്. ചില ജാഗങ്ങൾക്ക് ബാക്കി ജാഗടാട്ടി മഹത്വമാണ്, ചില സമയങ്ങൾക്ക് ബാക്കി സമയത്താട്ടി മഹത്വമാണ്. എല്ലാം ഒരുപോലെ ചൊല്ലേണ്ടത് സമല്ല. ആൾമാരെ കൂട്ടത്തിലും അങ്ങനെയാണ്. തിൽക്കർ റുസുൽ ഫദ്ദൽനാ ബഅദഹും അലാ ബഅദ്, പ്രവാചകന്മാരാണ് ആൾമാരെ കൂട്ടത്തിൽ ഏറ്റവും മഹത്വം. ആ പ്രവാചകന്മാരിലെ ചിലർക്ക് ചിലരാട്ടി മഹത്വമുണ്ട്. റഫഅനാ ബഅദഹും ദറജാത്ത്, അതേസമയത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എല്ലാരാട്ടി വലിയ മഹത്വം അള്ളാഹു കൊടുത്ത. ചില സമയങ്ങൾക്ക് ചില സ്ഥലങ്ങൾക്ക് മഹത്വമുണ്ട്. മുൽത്തസമുടെ മുട്ട നടത്തരങ്കെത്തോ ദുആത്ത് ഉത്തരമുണ്ട്. മുസൽസലായ ഹദീസ് അത് സംബന്ധമായിട്ടുണ്ട്. ആ മുൽത്തസമുടെ മുട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദ്വാരത്ത് തരങ്കിട്ട് സ്വഹാബത്ത് അത് ചൊന്നു കൊടുത്തു. പിൽക്കാലത്ത് വന്ന ആൾമാരെല്ലാം അങ്ങനെ ശിഷ്യന്മാർക്ക് ചൊന്നു കൊടുത്താറ്. അങ്ങം ചൊന്നാറ് നങ്ങ മുൽത്തസമുടെ മുട്ട ദ്വാരന്നറ, ഞങ്ങളെ ദ്വാത്ത് ഉത്തരം കിട്ടിയത്. ദുനിയാവും കേട്ടറ ആഖിറവും കേട്ടറ, ഞങ്ങളെ ദ്വാത്ത് ഉത്തരം കിട്ടിയത്. അപ്പം മുൽത്തസം കൊണ്ട് മുൽത്തസമുടെ കൂടെ അൽ ഹദീസുൽ മുസൽസലു ബി ഇജാബത്തി ദുആഇ ഇൻദൽ മുൽത്തസം, മുൽത്തസമുടെ മുട്ട ദ്വാത്ത് ഉത്തരം ഉണ്ടും ചൊന്ന് മുസൽസലായി വന്ന ഹദീസ്. അപ്പം ചില സ്ഥലങ്ങൾക്ക് മഹത്വമുണ്ട്. ബഹുമാനപ്പെട്ട ജാബിർ ബിൻ അബ്ദില്ലാഹ് റളിയല്ലാഹു അൻഹു മഹാൻ ചൊല്ലു, ദാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ഹാദൽ മസ്ജിദുൽ ഫത്ഹ്, മദീനത്തുള്ള മസ്ജിദുൽ ഫത്ഹിൽ ഒരു തിങ്കളാഴ്ച 2 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദ്വാരത്ത്, ഒരു ചൊവ്വാഴ്ച 2 ദ്വാരത്ത്, ഒരു ബുധനാഴ്ച 2 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദ്വാരത്ത്. അപ്പോൾ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉത്തരം കിട്ടിത്ത്. അപ്പോൾ മസ്ജിദുൽ ഫത്ഹിൽ നടത്തിയെത്ത ദുആയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദ്വാരത്ത്. അപ്പോൾ ബുധനാഴ്ച 2 ദ്വാരത്ത്, ആ സമയത്ത് ഉത്തരം കിട്ടിത്ത്. ജാബിർ റളിയല്ലാഹു അൻഹു ചൊല്ലുന്ന എന്തെങ്കിലും പ്രയാസം വന്നെങ്കിൽ ആ സമയം നോക്കിപ്പോയി ഞാൻ അവിടെ 2 നിസ്കാരത്തെ ഇടൽ ബുധനാഴ്ച 2 ആ ടൈമുൾ ദ്വാരക്കടേ. അപ്പോൾ തിങ്കളാഴ്ച ചൊവ്വാഴ്ച ബുധനാഴ്ച നടത്തിത്ത്, ആ പിന്നെ ബുധനാഴ്ച 2 അവിടെ ഉത്തരം കിട്ടിത്ത്. അപ്പോൾ 2 നിസ്കാരത്തെ ഇടലാണ് ആ ഉത്തരം കിട്ടുക. അപ്പോൾ നക്ക് പ്രയാസം വന്നെങ്കിൽ ബുധനാഴ്ച 2 ആ പള്ളിക്ക് പോയി ആ പിന്നെ 2 നിസ്കരിച്ച് 2 നിസ്കാരത്തെ ഇടൽ ഞാൻ ദ്വാരക്കടേ എങ്കിൽ ഉത്തരം കിട്ടിയ അനുഭവമാണ് നക്കുണ്ടാവിടെ. ജാബിർ ബിൻ അബ്ദില്ലാഹ് റളിയല്ലാഹു അൻഹു ആണ് ചെന്നോണ്ടുള്ളത്. മാ ബൈനർ റുക്നി വൽ മഖാം മുൽത്തസം, റുക്നുൽ അസ്വദ്, മഖാം ഇബ്രാഹിം, അതിലെ ഇടൽ മുൽത്തസമുണ്ട്. അവിടെ ഏത് പ്രയാസമുള്ള ആൾ, ഏത് രോഗമുള്ള ആൾ ദ്വാരന്നെങ്കും ദ്വാരത്ത് ഉത്തരം കിട്ടുന്നുണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഞങ്ങൾക്ക് പഠിപ്പാട്ടി തന്നോണ്ടുണ്ട്. 3 സ്ഥലത്തുള്ള ദുആത്ത് ഉത്തരമാണ്. 3 സ്ഥലത്തുള്ള ദുആത്ത് ഉത്തരമാണ്. ഒന്ന്, അയാൾ ഒരു ജാഗയിലുണ്ട്, അയാളെ പടച്ചോനല്ലാണ്ട് വേറെ ആരും കാണ്ടില്ല, അതാണ് ആറും കാണാത്ത സ്ഥലത്ത് റബ്ബുടൊട്ടിಗೆ നടത്തുന്ന ദുആ. പിന്നൊന്ന്, ഒരു സംഘം അയാളിലൊട്ടികയും യുദ്ധത്തുകാണ് പോയിട്ട് നോക്കുമ്പോൾ യുദ്ധത്തെ മുട്ട എത്തും ആൾമാരെല്ലാം ഓടിപ്പോയാൽ ഇയാൾ നല്ല ഉറച്ചു നിന്നിട്ട് എങ്കിൽ അവിടെ നടത്തുന്ന ദുആത്ത് ഉത്തരമുണ്ട്. പിന്നൊന്ന്, ജാവുടെ അവസാന സമയത്ത് എൻചിറ്റ് അള്ളാഹുടൊട്ടിಗೆ നടത്തുന്ന ദുആ, ആ ദുആത്തുകെല്ലാം ഉത്തരമുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് നമുക്ക് വെളിപ്പാട്ടി തന്നോണ്ടുള്ളത്. ഇനി ചില ദുആകൾ, എന്തെല്ലാം ദുആകൾ, ധാരാളം കയ്യും കണക്കുമില്ലാത്ത ദുആകൾ ഇമാമിയങ്ങൾ മഹാന്മാർ നമുക്ക് വെളിപ്പാട്ടി തന്നതാണ്. അപ്പോൾ ചില ദുആ അതിലെ പദങ്ങൾ, വാക്യങ്ങൾ അതുക്ക് മഹത്വമുണ്ട്. അത് നടത്തിയെങ്കിൽ ദുആത്ത് ഉത്തരം കിട്ടു. അനസ് റളിയല്ലാഹു അൻഹു തൊട്ട് അദബുൽ മുഫ്രദിൽ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ചൊന്ന ഹദീസ്, അനസ് റളിയല്ലാഹു അൻഹു ചൊല്ലു, കുന്തു മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒട്ടിಗೆ ഇന്ന്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരാൾ വിളിച്ചിട്ട്, എന്നിട്ടോ യാ ബദീ, ഒരാൾ ചൊന്തു അല്ല നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ ഒട്ടിಗೆ ഞാൻ ഇന്ന്. അപ്പോൾ ഒരാളെ ദുആ, യാ ബദീ അസ്സമാവാതി യാ ഹയ്യു യാ ഖയ്യൂം ഇന്നനി അസ്അലുക്, അങ്ങനെയാണ് ദുആ അയാൾ നടത്തുന്നത്. യാ ബദീ അസ്സമാവാതി യാ ഹയ്യു യാ ഖയ്യൂം ഇന്നനി അസ്അലുക്, ആകാശത്തെ എല്ലാം മുൻപ്ലാനില്ലാണ്ട് സൃഷ്ടിച്ച ഹയ്യായ കയ്യൂമായ എല്ലാം നിയന്ത്രിക്കട ഹയാത്തുള്ള റബ്ബേ നിൻ്റൊട്ടിಗೆ ഞാൻ കേൾക്കിടാണ്ടാണ് അയാളെ ദുആ. അപ്പോൾ ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അടുത്ത്, അതദ്റൂന ബിമാദാ ദഅ, അയാൾ എന്തുകൊണ്ടാണ് ദ്വാരുന്നത് നിങ്ങൾക്കൊന്തുണ്ടാ? ഒരു അള്ളാഹുടെ തന്നെയാണ് സത്യം. അയാൾ ഒരു പേര് മുന്നിൽ വെച്ചിട്ടാണ് ദ്വാരുന്നത്, പേര് വിളിച്ചിട്ടാണ്. ആ പേര് വിളിച്ച് ദ്വാരുന്ന ഉത്തരം കിട്ടു,
അതാണ് ബദീ അസ്സമാവാത്തി യാ ഹയ്യു യാ ഖയ്യൂം ഉണ്ടു വിളിച്ച് ദ്വാരത്ത്. അപ്പൊ ദുആത്ത് ഉത്തരം കിട്ടുകയുള്ളൊരു വസീലയാണ്, മാധ്യമമാണ്. ദുആത്തിൽ ചില ഇങ്ങനത്തെ പദങ്ങൾ കൊണ്ടുവണ്ടേ. ഇവിടെ ഈ പദങ്ങൾ കൊണ്ടുവന്നപ്പോൾ ആ ദുആത്ത് ഉത്തരമുണ്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചൊല്ലു. അനസ് റളിയല്ലാഹു അൻഹു ചൊല്ലു, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒട്ടികയുന്ന ഒരാൾ നിസ്കരിച്ചുകൊണ്ടുണ്ട് നിണ്ട് റുക്കുആക്കിത്ത് സുജൂദാക്കിത്ത് അത്തഹിയാത്ത് ഓതിത്ത് എന്നിട്ടൊരു ദുആ അയാൾ നടത്തിത്ത്. അയാളൊരു ദുആയാണ് നടത്തുന്നത്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിഅന്ന ലക്കൽ ഹംദ് ലാ ഇലാഹ ഇല്ലാ അൻത ബദീഉസ് സമാവാതി വൽ അർദി യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഹയ്യു യാ ഖയ്യൂം. ഇത് അയാൾ സ്വന്തം നടത്തിറങ്ങിയത്തൊരു ദുആയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പാട്ടി കൊടുത്തെങ്കിത്ത ദുആയല്ല. അപ്പം അയാൾ സ്വയം ഉണ്ടാക്കിത്ത്. അത് ഖുർആനുകോ ഹദീത്തുകോ എതിരായതല്ല, പഠിച്ചുകൊണ്ട് വിളിച്ചിട്ട് നടത്തിറങ്ങിയത്തൊരു ദുആയാണ്. അയാൾ ബിദഅത്തുണ്ടാക്കിയതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നു, ഓ അല്ലാഹുടെ ഇസ്മുൽ അഅ്ലം വിളിച്ച അയാൾ ദ്വാരത്തല്ലേ. അങ്ങനെ ഒരാൾ ദ്വാരന്നെങ്കിൽ ആ ദ്വാത്ത് ഉത്തരം കിട്ടു കേട്ടത് കിട്ടുണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നുകൊണ്ടുള്ളത്. വേറെ ഒരാൾ അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിഅന്ന ലക്കൽ ഹംദ് ലാ ഇലാഹ ഇല്ലാ അൻതൽ ഹന്നാനുൽ മന്നാനു ബദീഉസ് സമാവാതി വൽ അർദ് യാ ദൽ ജലാലി വൽ ഇക്റാം അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനൻ നാർ. ഇങ്ങനെ ഒരാൾ ദ്വാരന്ത്. അപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്ന ഇയാൾ നല്ല ദുആയാണ്. ആ ദുആ കൊണ്ട് നടത്തിയെങ്കിൽ ഉത്തരം കിട്ടു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാടെ തൊട്ട് റിപ്പോർട്ട്, ഒരാൾക്ക് ടെൻഷൻ, ബേജാറ്, പ്രയാസങ്ങൾ അല്ലെങ്കിൽ ഒരു ഭരണാധികാരിയുടെ പേടിയുണ്ടു എങ്കിൽ ഈ ദുആ നടത്തിട്ട് ഉത്തരം കിട്ടു. ഏതാണ് ആ ദുആ? അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിലാ ഇലാഹ ഇല്ലാ അൻത റബ്ബുസ് സമാവാതി സബ്ഇ വറബ്ബുൽ അർശിൽ അദീം വഅസ്അലുക ബിലാ ഇലാഹ ഇല്ലാ അൻത റബ്ബുസ് സമാവാതി സബ്ഇ വറബ്ബുൽ അർശിൽ കരീം وأسألك بلا إله إلا أنت رب السماوات السبع والأرضين السبع وما فيهن إنك على كل شيء قدير. ഇങ്ങനെ ചൊന്നിട്ടു പിന്നെ നിന്റെ ആവശ്യങ്ങൾ നീ പടച്ചോണ്ടൊട്ടിക്ക് കേട്ടെങ്കിൽ ദുആത്ത് ഉത്തരം കിട്ടുന്നുണ്ടാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പടിപാട്ടി തന്നോണ്ടുള്ളേ. ഇങ്ങനെ കുറെ ദുആകൾ ദുആത്തുക്ക് മുന്നോൽ ചില മുൻനുടി അത് ചെല്ലുമ്പോൾ ദുആത്തുക്ക് ഉത്തരം കിട്ടു. ആയിഷ റളിയല്ലാഹു അൻഹാടെ തൊട്ട് റിപ്പോർട്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലി, ഇദാ ഖാലൽ അബ്ദു യാ റബ്ബി അർബഅൻ ഖാല അല്ലാഹു ലബ്ബൈക അബ്ദി സൽ തുഅത. ആയിഷ റളിയല്ലാഹു അൻഹാടെ തൊട്ട് റിപ്പോർട്ടായിട്ടാണ് ചൊല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്തു, ഒരടിമ ദ്വാരക്കുമ്പ യാ റബ്ബി ഓ നന്റെ റബ്ബേ നന്റെ പരിപാലിക്കിടങ്കെത്ത സിട്ടിച്ച് പോറ്റി വളർത്തിടങ്കെത്ത റബ്ബേ ചൊന്നിട്ടു യാ റബ്ബി നാൽവട്ട ചൊന്നെങ്കിൽ അള്ളാഹു ചൊല്ല അടിമ ഞാനിതാ ഉത്തരം തന്നോണ്ടുള്ള എന്താണ് നീക്ക് വേണായ കേക്ക് അള്ളാഹു ചെൽഡാണ്ട. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ റളിയല്ലാഹു അൻഹാടെ ഔത്തു കൂർനാൾ പൈത്ത്. ആയിഷ റളിയല്ലാഹു അൻഹ ചൊല്ലു, അല്ലിംനി ഇസ്മല്ലാഹിൽ അഅ്ലം അല്ലദീ ഇദാ ദുഇയ ബിഹി അജാബ്. ഇദാ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം നക്ക് നിങ്ങൾ അള്ളാഹുടെ ഇസ്മുൽ അഅ്ലം മഹോന്നതമായ പേര്, അള്ളാഹു 99 പേരുണ്ട്, അതിൽ അൽ ഇസ്മുൽ അഅ്ലം നക്ക് നിങ്ങൾ പടിപാട്ടി തരണു. ആ ഇസ്മുൽ അഅ്ലം കൊണ്ട് ദ്വാരം നിങ്ങൾ ഉത്തരം കിട്ടറല്ലേ, കേട്ടം കിട്ടറല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അപ്പ എന്തും ചെന്നില്ല. ആയിഷ റളിയല്ലാഹു അൻഹ എടുത്തിട്ട് എന്നിട്ട് ചൊല്ലു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിനൽ ഖൈരി കുല്ലിഹി മാ അലിംതു മിൻഹു വമാ ലം അഅലം വബിസ്മിക്കൽ അദീമിൽ ലദീ ഇദാ ദുഇത ബിഹി അജബ്ത വഇദാ സുഇൽത ബിഹി അഅതൈത. ഇങ്ങനെയാണ് ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഒരു ദുആയാണ്. അല്ലാഹുവേ നക്ക് അറിയാത്ത എല്ലാ ഖൈറും കേൾക്കണേ, നിന്റെ പേര് കൊണ്ട് ആ പേര് വിളിച്ചെങ്കിൽ ഉത്തരം കിട്ടുക, അതുകൊണ്ടാണ് കേട്ടോണ്ടുള്ള തർന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നു, ഇന്നഹു ലഫീ ഹാദിഹിൽ അസ്മാ. നീ ചൊന്ന ഇസ്മുൽ അഅ്ലം ഈ ദുആത്തിലെല്ലാം ഉണ്ടത്, ഈ ദുആത്തിൽ അതെല്ലാം ഉണ്ടുണ്ടാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ ചൊന്നു കൊടുത്ത്. അപ്പം അങ്ങനെയാണ് ദുആത്ത് ഉത്തരം കിട്ടുക ചില പദങ്ങൾ. മുആവിയത്ത് ഇബ്നു അബീ സുഫിയാൻ റളിയല്ലാഹു അൻഹു ചൊല്ലു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുന്നതാണ് കേട്ട, മൻ ദഅാ ബിഹാഉലാഇൽ കലിമാത്തിൽ ഖംസ്, 5 പദങ്ങൾ അത് മുൻനിർത്തി അതുകൊണ്ട് ഒരാൾ ദ്വാരന്നെങ്കിൽ എന്ത് കേട്ടെങ്കും കിട്ടു. ഏതാണത്? അത് ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇതെല്ലാം ചൊന്ന് ദ്വാരന്നെങ്കിൽ ഉത്തരം കിട്ടുന്നുണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പരിപാടി തന്നുകൊണ്ടുള്ളേ. അപ്പോൾ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ആ ദുആത്ത് ഉത്തരം കിട്ടങ്കത്തെ കുറേ പദങ്ങളാണ് പരിപാടി തന്നുകൊണ്ടുള്ളത്. അപ്പം ഇങ്ങനെ വേറൊരു റിപ്പോർട്ടിൽ കാണ്ട് ഒരാൾ സുബൈക്കും വൈകുന്നേരവും അസറും അല്ലാഹുമ്മ അൻത ഖലഖ്തനി വ അൻത തഹ്ദീനി വ അൻത തുത്ഇമുനി
വഅൻത തസ്ഖീനി വഅൻത തുമീതുനി വഅൻത തുഹീനി റബ്ബുടെ മദഹാക്കടെ പോതുരെ. ഇതൊരാൾ ചെന്നിട്ട് അള്ളാഹുടൊട്ടിಗೆ എന്ത് കേട്ടെങ്ങും ഉത്തരം കിട്ടിട്ടാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പടിപാട്ടി തന്നുകൊണ്ടുള്ളേ. അപ്പോൾ എല്ലാത്തും പരിഹാരമാണ്. ധാരാളം പരിഹാരങ്ങൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പടിപാട്ടി തന്നത് ഞങ്ങളുടെ ജീവിതത്തിലാക്കൂ. ഈ പരിഹാരങ്ങളൊന്നും ഉപയോഗപ്പെടുത്താണ്ട് ഏതോ ആൾമാറമുട്ട കണ്ടു കിട്ടിയെങ്കിൽ താഴ്മാറമുട്ട പോയി ഈമാൻ നഷ്ടപ്പെടുത്തണമെങ്കിൽ താഴ്മാറുള്ളാർ സുബ്ഹാനല്ലാ. ഏതോ അമുസ്ലിമീങ്ങളെ മുട്ട പോണ്ട്, പൂജാരിമാരെ മുട്ട പോണ്ട്, പൂജാക്കിടാൽമാരെ മുട്ട പോണ്ട്, അമുസ്ലിം ദേവാലയത്തിൽ പോയിട്ട് സുബ്ഹാനല്ലാ ദൈവം തടിക്ക് വന്നിറും ചൊന്നു നടനാക്കടെ ചൊല്ലെങ്കിൽ താഴ്മാർ നഊദുബില്ല ഈമാനെല്ലാം ഊറിപ്പോണ്ടെങ്കത്തെ വിഷയങ്ങളാണ്. പരിശുദ്ധ ഇസ്ലാമിൽ പരിഹാരങ്ങളില്ലാത്ത ഒന്നുമില്ല. ഖുർആനിൽ പരിഹാരമുണ്ട്, ഹദീസിൽ പരിഹാരമുണ്ട്, ഇമാമീങ് പടിപ്പാട്ടി തന്നെങ്കത്തെ ദുആത്തിൽ എത്രമാ പരിഹാരമുണ്ട്. കുറേ പെൻഡിങ്ങല്ല സുബ്ഹാനല്ലാ. എന്ത് പ്രയാസം വന്നെങ്കും പ്രശ്നം വന്നെങ്കും ഏതോ ആൾമാറ മുട്ട പോണ്ട്, കിട്ടിയ ഉണ്ട മുട്ട പോണ്ട്, ഒട്രാസ് ഡ്യൂപ്ലിക്കേറ്റ് സ്വറാക്കണമെങ്കത്തെ എന്തെല്ലാം പരിഹാരം കൊടുക്കണമെങ്കത്തെ ക്ലിനിക്ക് വെച്ചിട്ടും അല്ലാണ്ട് വെച്ച് ഇതെക്കണമെങ്കത്തെ ആൾമാറുള്ളാറ്. അന ചിലപ്പ ഇതേ മുസ്ലിം ചൊല്ല പേരിൽ അറിയപ്പെട്ട ആൾമാരെ ചിലപ്പ ഏതോ ഭട്ടമാർ ഏതോ പൂജാരിമാരെ മുട്ട പോയിട്ട് അങ്ങളെ മുട്ടത്തെ യന്ത്രമാ കൊമ്പന്നിട്ട് ചികിത്സാക്കണമെങ്കത്തെ കുറേ കള്ളന്മാർ അല്ലെങ്കിൽ വെറും ഈമാൻ തപ്പാട്ടനെങ്കത്തെ ആൾമാർ എന്നിട്ട് അവൻ്റെ മുട്ട കടത്തര് ചില ദേവാലയത്ത് കടത്തര് നിന്റെ പരിഹാരമാവണുണ്ടായെങ്കിൽ നീ അവിടേക്കേ പോണു, അവിടെ പോയി അത് കൊടുക്കണം ഇത് കൊടുക്കണം ചൊന്നിട്ടു ഈമാൻ കബളിപ്പിക്കടങ്കത്തെ ശൈത്വാന്മാർ യഥാർത്ഥത്തിൽ മുസ്ലിമീങ്ങളെ ഈമാൻ കക്കടങ്കത്തെ ആൾമാരാണ്. അതുകൊണ്ട് ആണിങ്ങ പെണ്ണിങ്ങ വളരെ ജാഗ്രതാവണായെങ്കത്ത വിഷയം. എല്ലാത്തും പരിഹാരങ്ങൾ ഇസ്ലാമിലുണ്ട്. നല്ല അലിമീങ്ങൾ നല്ല തെരുവാടുള്ള അറിവുള്ളങ്കത്തെ ഇൽമുള്ളങ്കത്തെ ആൾമാരൊട്ടിയെ കേട്ടിട്ട് ആ ദിക്റും തസ്ബീഹും ആ സ്വലവാത്തും ആ ഖുർആനും അത് ഞങ്ങൾ ജീവിതത്തിൽ പകർത്തുമ്പോൾ ഏറ്റവും നല്ല പരിഹാരങ്ങൾ ഞങ്ങൾക്ക് കിട്ടു. സുബഹി നിസ്കരിക്കാണ്ട് നീ ഏതാൾമാരെ മുട്ട പോയെങ്കും നിക്കൊരു പരിഹാരവും കിട്ടില്ല. നീ ഏറ്റവും വലിയ അപശക്കുനാണ്. മൻസല്ല സുബഹ ഫഹുവ ഫീ ദിമ്മത്തില്ല. ഒരാൾ സുബഹി നിസ്കരിച്ചെങ്കിൽ അവൻ അള്ളാഹുടെ ഉത്തരവാദിത്വത്തിലാണ്. അവൻ്റെ അള്ളാഹു പരാജയപ്പെടുത്തില്ല, അവനക്ക് സോലില്ല, അവൻ ഏറ്റവും നല്ല തെറുളിക്കിട. അതേ സമയത്ത് ചികിത്സകും അല്ലെങ്കിൽ പിന്നെ വ്യാജമായ രൂപത്തിൽ ദക്കടങ്കത്തെ ആൾമാർ പലപ്പോഴും നീ എത്ര വട്ട പോയെങ്കും അവൻ്റെ വിട്ട പരിഹാരമുണ്ട്. ലാസ്റ്റ് നീ നാശായിട്ട് സർവനാശായിട്ടാണ് പോണ്ടേ. ഓൻ പരിഹാരം ചൊന്നോണ്ടേ ഉള്ള അവൻ്റെ പരിഹാരം പിന്നെയും തീരില്ല. അങ്ങനെ ഈമാൻ നശിപ്പിക്കടങ്കത്തെ ഈമാൻ കക്കുകവേനായിട്ട് ആൾമാരെ പണം വസൂലാക്കുകവേനായിട്ട് ദക്കടങ്കത്തെ വ്യാജന്മാരെ തിരിച്ചറിയുള്ള നല്ല ഹിമ്മത്തും മനക്കറുത്തും അതുപോലെ മനസ്സും നമുക്ക് ഉണ്ടാവണുണ്ടാണ് ചെന്നുകൊണ്ടുള്ള മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഹദീസിൽ എന്തെല്ലാമാണ് നമുക്ക് വ്യക്തമായി പടിപ്പാട്ടി തന്നുകൊണ്ടുള്ള എത്ര അദ്കാറാണ്, എത്ര സ്വലാത്താണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മേൽ ജീവിതത്തിൽ ഒരു നാൾക്ക് കഴിവതും സ്വലാത്ത് ചൊല്ലുന്ന കൗടുണ്ടായെങ്കിൽ എൻ്റെ മാനസികമായ ടെൻഷനുകൾ ഇല്ലാണ്ടായിപ്പോണ്ട്. സുബഹി നിസ്കാരം ശരിക്കും വേഗ എഞ്ചിട്ട് ആ തഹജ്ജുദുര സമയത്തിൽ പടച്ചോണ്ടൊട്ടിക നീ എന്തിര കേട്ടെങ്കും ദ്വാത്ത് ഉത്തരവുണ്ടു വെറുതെ ചൊല്ല അല്ല, അതാക്കി നോക്കണു. അനുഭവം കിട്ടുക സാധ്യത ഉണ്ട്. അനുഭവം കിട്ടുന്നതിൽ സംശയമേ ഇല്ല. ഇത് എന്തുമാക്കാണ്ട് നക്കെന്തും കിട്ടില്ല, നക്കെന്തും പരിഹാരമായോണ്ടില്ല എന്ന് ചൊല്ലത് കർത്തയില്ല. സുബൈക്ക് എണിക്കണമേ 7 ഗಂಟೆಗೆ നിസ്കാരം തളാണ്. നിസ്കാരത്തിൽ ഒരു ബോധവുമില്ല. ലുഹറും കണക്ക് അസറും കണക്ക് ഒട്രാസിയാണ്. ജീവിതത്തിൽ ഒരു തർത്തീബുമില്ല, ഒരു ദിക്റുമില്ല, ഒരു സ്വലാത്തും ഇല്ല. നിസ്കരിച്ച ഉടനെ എനിക്ക് ഓടിട്ടാവും. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. എന്നിട്ട് ചൊല്ല നക്കാ സമസ്യ നക്കീ സമസ്യ എന്ന് ചൊല്ലത് കർത്തയില്ല. ഔത്തുള്ള ഓരോ പെൺമക്ക അങ്ങനെ സുബഹി മുതൽ വറങ്ങടവർത്തോലുള്ള ജീവിതം തർത്തീബാക്കിയാറുണ്ടായെങ്കിൽ അതൊക്കൊരു ടൈം ടേബിൾ ആക്കിയാറുണ്ടായെങ്കിൽ ക്രമപ്രകാരം കൊമ്പോകങ്ങൾക്ക് സാധ്യമാവുണ്ടായെങ്കിൽ ഇന്ന ടൈമിൽ ഇന്നതാണ്, ഇന്ന ടൈമിൽ ഇന്ന സ്വറ, ഇന്ന ടൈമിൽ വർക്ക്, ഇന്ന ടൈമിൽ ഖുർആനോത്ത്, ഇന്ന ടൈമിൽ ദിക്ർ, ഇന്ന ടൈമിൽ സ്വലാത്ത് ഉണ്ടായെങ്കിൽ ചുരുങ്ങിയ സമയങ്ങളെ കൊണ്ട് കണക്കില്ലാത്ത പ്രതിഫലങ്ങൾ വാരിക്കൂട്ടുക സാധ്യമാവും. അപ്പോൾ ഇതെന്തുമാക്കാണ്ട് നക്കങ്ങനെ സമസ്യ നക്കിങ്ങനെ സമസ്യ എന്ന് ചൊന്നിട്ടു റോഡിലെപ്പോഴും നട്ടം തിരിഞ്ഞുകൊണ്ടേക്കടെ അവൻ്റെ മുട്ട പോണ്ട് സുബ്ഹാനല്ലാഹ്. ഇതെല്ലാം ഇണ്ട് വർത്തമാന കാല ജഗത്തുൽ ഞങ്ങൾ പലതും കണ്ടുകൊണ്ടുള്ള ഓരോ ആൾമാരുടെ അവസ്ഥ. ഒരിക്കലും അത് പാടില്ല. ഇങ്ങനെ പോകുമ്പോൾ ഈമാൻ നഷ്ടപ്പെട്ടു പോണുകൂ അതേറ്റവും വലിയ കാരണമായി മാറു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഞങ്ങൾക്ക് പടിപാട്ടി തന്നങ്കെത്ത ദുആ അതിലെല്ലാത്തും പരിഹാരങ്ങളുണ്ട്. അള്ളാഹു ഞങ്ങൾക്ക് തൗഫീഖ് തരട്ട്. ഞങ്ങളെ മക്കകും ഞങ്ങളെ ഭാര്യ സന്താനങ്ങൾ ഞങ്ങളെ എല്ലാ ആൾമാർക്കും ഈമാനോടെ ജീവിച്ച് ഇസ്സത്തോടെ ജീവിച്ച് ഈമാനോടെ മരിക്കുക അള്ളാഹു സൗഭാഗ്യം തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.